കോൺഗ്രസ് പാർട്ടിയുടെ അതായത് രണ്ടാം നിര നേതാക്കൾ മൻമോഹൻ സിംഗിൻ്റെ രണ്ടാമത്തെ മന്ത്രിസഭയിൽ കൊണ്ടുവന്നപ്പോൾ മന്ത്രിയായവർ, രണ്ടാം നിര എന്ന് പറയുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ അതേ പ്രായമുള്ള സമപ്രായക്കാർ. അതിൽ ഒരു നേതാവ് ഇന്ന് കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും രാജിവെച്ചു. മിലിന്ദ് ദിയോറ. അദ്ദേഹത്തിൻ്റെ പിതാവിനെ അറിയണം, മുരളി ദിയോറ. മുംബൈയിൽ നിന്നും ഏറ്റവും പവർഫുൾ ലീഡറായിരുന്നു. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ മകനാണ്. ഇദ്ദേഹം മുൻ കേന്ദ്രമന്ത്രിയാണ്. 2ഓളം പ്രാവശ്യം മുംബൈ സൗത്തിനെ പ്രതിനിധീകരിച്ചിട്ടുണ്ട്. മെമ്പർ ഓഫ് പാർലമെൻ്റ് ആയിരുന്നു. അതായത് പുതിയ ജനറേഷൻ്റെ ശബ്ദമായിരുന്നു അദ്ദേഹം. അദ്ദേഹം പറഞ്ഞത് 55 വർഷത്തോളം തൻ്റെ കോൺഗ്രസ് കുടുംബമായിട്ടുള്ള ബന്ധം തൻ്റെ കുടുംബം ഇന്ന് വിച്ഛേദിക്കുന്നു. വളരെ വളരെ ദുഃഖത്തോടു കൂടിയാണ് പോകുന്നത്. പറഞ്ഞൊരു ഫാക്ടറുണ്ട് വളരെ ക്ലിയറായിട്ട്. 68ലും 70ലും ഉണ്ടായിരുന്ന കോൺഗ്രസ്, അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പിതാവ് ഈ പാർട്ടിയിലേക്ക് വരുന്നത്. അതിനുശേഷമാണ് കോൺഗ്രസ് വല്ലാതെ മാറി ഒരു കുടുംബത്തിൻ്റെ രീതിയിലോട്ട് ഈ പാർട്ടിയെ കൊണ്ടുപോയി ഈ പാർട്ടിയെ നാശത്തിലോട്ട് നയിച്ചു. ഞാൻ ഈ പല വീഡിയോകൾ ആദ്യ സമയത്ത് ഏകദേശം 2 വർഷം മുമ്പ് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്താണ് കോൺഗ്രസ്സിന് സംഭവിക്കാൻ പോകുന്നത്. അതിനകത്ത് ഏറ്റവും പ്രധാനമായ കാര്യങ്ങളുണ്ട്. ഇപ്പം മിലിന്ദ് ദിയോറ ഏക്നാഥ് ഷിൻഡെയുടെ ശിവസേനയിൽ ജോയിൻ ചെയ്യുന്നു. ആ പാർട്ടിക്ക് ദേശീയ തലത്തിൽ ഡൽഹിയിൽ നല്ലൊരു MP ഉണ്ടാകണം. കാരണം അവർ BJP ആയിട്ടുള്ള അലയൻസ് പാർട്ട്ണറാണ്. ഏക്നാഥ് ഷിൻഡെ അവിടുത്തെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയാണ്. അപ്പം മിലിന്ദ് ദിയോറ അടുത്ത പ്രാവശ്യം മുംബൈയിൽ നിന്നും ജയിച്ചു കഴിഞ്ഞാൽ അടുത്ത കേന്ദ്രമന്ത്രിയാണ്, ക്യാബിനറ്റ് മന്ത്രിയാണ്. ഇനി കോൺഗ്രസ് എന്നാണ് ഭരണത്തിൽ വരുന്നത്? ഇതാണ് സംശയം. ഈ ചോദ്യം ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസിന് ഭരണത്തിൽ വരാനുള്ള സാധ്യതയില്ല. അപ്പം ഒരു സീനിയർ നേതാവ് കഴിഞ്ഞ ഇടയ്ക്ക് ഞാൻ ഡൽഹിയിൽ വെച്ച് വളരെ നേരം ഇരുന്ന് സംസാരിച്ചു. അദ്ദേഹത്തിന് 75 വയസ്സുണ്ട്. അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരുന്നു. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. കോൺഗ്രസിനകത്ത് ഇന്നുള്ള ആ ഒരു ജനറേഷൻ, അതായത് 40നും 55നും 60നും വയസ്സുള്ള നേതാക്കന്മാർ ഈ പാർട്ടി ഈ അടുത്ത ഇലക്ഷന് മുമ്പ് ഇലക്ഷൻ കഴിഞ്ഞ് പാർട്ടി വിട്ടുപോകും. പിന്നെ ഒരു സെക്കൻഡ് റൺ ലീഡേഴ്സ് ഇല്ലാത്ത ഒരു പാർട്ടിയായിട്ട് ഇതങ്ങ് മാറുകയാണ്. അതായത് ഒരു ലെവലിലുള്ള പാർട്ടി നേതാക്കൾ അറിയാം 80 വയസ്സ്, 75-80 വയസ്സ്. അവർ കൂടിപ്പോയി കഴിഞ്ഞ് 2-3 വർഷം കഴിയുമ്പോൾ അറിയാം അവരുടെ പ്രായവും എല്ലാം കൂടെ കഴിഞ്ഞു. പിന്നെ അവർ തീർന്നു. പിന്നെ അടുത്തൊരു ലെവൽ ഓഫ് ലീഡേഴ്സ് കോൺഗ്രസ് പാർട്ടിയിലില്ല. ഞാൻ ഈ കേരളത്തിൻ്റെ കാര്യമല്ല ഈ പറയുന്നത്. ഞാൻ പറയാം നാഷണൽ ലെവലാണ് ഈ പറയുന്നത്. ദേശീയ തലത്തിൽ കോൺഗ്രസ് പാർട്ടിക്ക് സെക്കൻഡ് റാങ്ക് ലീഡേഴ്സ് ഇല്ലാതാകുന്നു. അതാണ് ഈ ജ്യോതിരാദിത്യ സിന്ധ്യ ആണെങ്കിലും ജിതിൻ പ്രസാദയാണെങ്കിലും മറ്റുള്ള ലീഡേഴ്സ്. അതിൻ്റെ കൂടെ സച്ചിൻ പൈലറ്റ് മാത്രമേ പോകാത്തുള്ളൂ. അതും എത്രയും വേഗം ഈ പാർട്ടിയിൽ നിന്ന് വിട്ടുപോകും, ഉറപ്പായിട്ടും വിട്ടുപോകും. കാരണം കോൺഗ്രസ് പാർട്ടിയുടെ ട്രീറ്റ്മെൻറ്റാണ് അങ്ങനെയുള്ള ഒരു ലീഡേഴ്സിനെ കംപ്ലീറ്റ് ആയിട്ടൊക്കെ ഇഗ്നോർ ചെയ്യുക. അങ്ങനെ ഇഗ്നോർ ചെയ്ത് കഴിയുമ്പോൾ ഉറപ്പായിട്ടും പിന്നെ പ്രതീക്ഷയില്ലാതായി. എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിക്കകത്തും പ്രവർത്തിക്കുന്നവരും നേതാക്കന്മാരും എല്ലാവരും നിൽക്കുന്ന ഹോപ്പ്, അതായത് പ്രതീക്ഷയാണ്. അതായത് പാർട്ടി ഇലക്ഷൻ മത്സരിക്കുക, തോക്കുന്നെങ്കിൽ തോൽക്കട്ടെ, വീണ്ടും വി ക്യാൻ ഫൈറ്റ് ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. പക്ഷെ അങ്ങനെയുള്ളൊരു ഫൈറ്റിൻ്റെ സ്പിരിറ്റ് ഒന്നും കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കൾ, അതായത് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ കാണിക്കുന്നില്ല. ഒരു കോക്കസ് ഉണ്ട്. ആ കോക്കസിന് വേണ്ടി മാത്രമാണ് ആ കുടുംബത്തെ കൊണ്ട് നടക്കുന്നത്. ഈ പാർട്ടിക്ക് റിജുവിനേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്രയോ ആൾക്കാരെ കൊണ്ടുവന്നിട്ട് ഈ പാർട്ടിയെ മാറ്റിയെടുക്കാം. പാർട്ടിയുടെ ഒരു ബേസിക് എന്ന് പറയുന്നത് ഒരു പാർട്ടിയുടെയും പ്രവർത്തകരാണ് അതിൻ്റെ പാർട്ടി എന്ന് പറയുന്നത്. പാർട്ടിയുടെ താഴേക്കിടെയുള്ള പ്രവർത്തകരില്ലാതായിട്ട് ഏകദേശം 10-12 വർഷമായി. അതിനെ റീസ്ട്രക്ചർ ചെയ്യാനും റിഫോം ചെയ്യാനും റിജുവിനേറ്റ് ചെയ്യാനും എത്രയോ പ്രാവശ്യം ഈ ഗുലാം നബി ആസാദ് പറഞ്ഞു ഓർഗനൈസേഷൻ റീസ്ട്രക്ചർ ചെയ്യണം, അത് മാറ്റിയെടുക്കണം. ഈ ഫണ്ടമെൻ്റൽ ഉണ്ടെങ്കിൽ മാത്രമേ പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ, അല്ലെങ്കിൽ പാർട്ടി എവിടെ എത്തുകയില്ല. അതേപോലെയാണ് സംഭവിക്കുന്നത് ഓരോന്നായിട്ട്.
പല AICC പ്ലീനറി സെഷനിലെ ഓർഗനൈസേഷൻ സ്ട്രക്ചറിൻ്റെ പ്രമേയം അവതരിപ്പിക്കുന്ന ഗുലാം നബി ആസാദ് അദ്ദേഹം പാർട്ടി വിട്ടങ്ങ് പോയി. അതായത് മനസ്സിലാക്കേണ്ടത് ഈ പാർട്ടിക്ക് ഇനി എത്ര നാൾ പിടിച്ചു നിൽക്കാൻ പറ്റും? ഞാൻ പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു മഹാരാജ്യത്ത് ഒരു ഒപ്പോസിഷൻ പാർട്ടി വേണം. ഗ്രാൻഡ് ഓൾഡ് പാർട്ടിയായ കോൺഗ്രസിൻ്റെ സ്ഥിതിയാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ എല്ലാവരും കൂടെ കമ്പയർ ചെയ്യും. ഇപ്പോഴത്തെയുള്ള പുതിയ നേതാക്കളാണെങ്കിലും ഈ പറയുന്ന സെക്കൻഡ് റാങ്ക് ലീഡേഴ്സും എല്ലാം കമ്പയർ. കഴിഞ്ഞ 10 വർഷം കൊണ്ട് മോദി എന്ത് മാറ്റമുണ്ടാക്കി ഇന്ത്യയിൽ? കഴിഞ്ഞ 60 വർഷം കൊണ്ട് കോൺഗ്രസ് എന്താണ് മാറ്റമുണ്ടാക്കിയത്? അപ്പം ജനങ്ങൾ ആരുടെ കൂടെയാണ്? ഈ ചോദ്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോഴാണ് ഉത്തരം കൊടുക്കുവാൻ ഈ പറയുന്ന കോൺഗ്രസ് നേതാക്കൾക്ക് പറ്റുന്നില്ല. ഈ ടെലിവിഷൻ ചാനലിൽ വന്നിരുന്ന് ചിലയ്ക്കുന്ന പോലെയല്ല ഇന്നത്തെ ലോകം എന്ന് പറയുന്നത്. അവരുടെ ഫോണിൻ്റെ അകത്ത് എല്ലാ ഡാറ്റയും കിട്ടുന്നുണ്ട്. നിങ്ങൾ എത്ര കപടത പറഞ്ഞാലും ഈ ഡാറ്റയെല്ലാം അവൈലബിൾ ആണ്. ഇത് വെച്ച് ആൾക്കാർക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പം ജയറാം രമേശും ഈ പറയുന്ന പാർട്ടിയുടെ നേതാക്കളും ഈ പബ്ലിക് റിലേഷൻ പറയുന്നവർ പറയുന്ന പുച്ഛമായിട്ട് തള്ളിക്കളയത്തേ ഉള്ളൂ. അതായത് ജയറാം രമേശ് ആണെങ്കിൽ പോലും ഏത് പാർട്ടിയുടെ ഏത് മണ്ഡലം കമ്മിറ്റി, ബൂത്ത് കമ്മിറ്റി, ജില്ലാ കമ്മിറ്റി എന്നാ വന്ന ഒരു സുപ്രഭാതത്തിൽ കയറി വരികയാണ്. ഇതൊക്കെയാണ് ഈ പാർട്ടിയുടെ ഏറ്റവും വലിയ കാരണം. ബേസ് അറിയത്തില്ല ഈ നേതാക്കൾക്കൊന്നും. ബേസ് അറിയുന്ന നേതാക്കളാണ് പാർട്ടിയെ വിട്ടു പോകുന്നത്. അതായത് അവർ വളരെ സൈലൻ്റായിട്ട് പോകുന്നു, പാർട്ടി അങ്ങ് വിട്ടുമാറുന്നു. കാരണം ഇവർക്കൊക്കെ പ്രതീക്ഷ എന്തുവാണ്? ഞങ്ങൾ വീണ്ടും ഭരണത്തിൽ വരും. വീണ്ടും ഞങ്ങൾ ഭരണത്തിൽ വരത്തില്ല, പിന്നെ അടുത്ത ഓപ്ഷൻ എന്തോ? പാർട്ടി വിടുക. ഇതാണ് സിമ്പിൾ. അതുകൊണ്ടാണ് കോൺഗ്രസിൻ്റെ 7ഓളം മുൻ മുഖ്യമന്ത്രിമാർ ഈ പാർട്ടി വിട്ടിട്ട് BJPയിലും മറ്റുള്ള പാർട്ടികളിലും പോയത്. ഇതെങ്കിലും ഇന്നും അതിനെപ്പറ്റി പോസ്റ്റ്മോർട്ടം ചെയ്യാൻ, റെട്രോസ്പെക്റ്റീവായിട്ട് ചിന്തിക്കാൻ കോൺഗ്രസിൻ്റെ AICCയുടെ വർക്കിംഗ് ഗ്രൂപ്പ് ഇന്ന് വരെ മനസ്സിലാക്കിയിട്ട് അവർ പോകത്തില്ല. പോയി കഴിഞ്ഞാൽ ഇത് അടി കിട്ടുന്ന രാഹുൽ ഗാന്ധിക്ക്. ഇതാണ് സിമ്പിൾ ഫണ്ടമെൻ്റൽ എന്ന് പറയുന്നത്. അതിനെപ്പോലും മനസ്സിലാക്കുവാൻ കേരളത്തിൽ ചില നേതാക്കളുണ്ട്. ഇപ്പം KC വേണുഗോപാലാണെങ്കിലും കൊടിക്കുന്നിൽ സുരേഷ് ആണെങ്കിലും മറ്റുള്ള പല നേതാക്കൾ. ഇപ്പോൾ കേരളത്തിലെ നേതാക്കളാണ് ഏറ്റവും കൂടുതൽ വർക്കിംഗ് കമ്മിറ്റിയിലുള്ളത്. ഒരു ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യത്തെ സ്ഥിതി ആലോചിച്ച് നോക്കുക. 545 സീറ്റുള്ള ലോക്സഭ പാർലമെൻറ്റിൽ 20 സീറ്റുള്ള കേരളത്തിൽ നിന്ന് ഇത്രയും പേരുണ്ട് വർക്കിംഗ് കമ്മിറ്റിയിൽ. ഇപ്പം മറ്റുള്ള സ്റ്റേറ്റുകളിൽ ആരുമില്ല. ചോദ്യമാണിത്. കാരണം ആ സാധനം ഇല്ലാതായി, ആ പാർട്ടി ഇല്ലാതായി. അതായത് അടുത്ത ഈ 2024 ഇലക്ഷനോട് കേരളത്തിൽ ഇത് വലിയ മാറ്റം ഉണ്ടാകും. കാരണം അവർക്കറിയാം കേരളത്തിലും ഭരണത്തിൽ വരത്തില്ല, കേന്ദ്രത്തിലും ഇല്ല. പിന്നെ എവിടെയാണ് അടുത്ത ഓപ്ഷൻ? ഈ ഓപ്ഷനാണ് ജനങ്ങൾ നോക്കുന്നത്, ഈ പാർട്ടി പ്രവർത്തകരും നേതാക്കളും നോക്കുന്നത്. ഈ ഓപ്ഷൻ നോക്കുമ്പോഴാണ് മുമ്പിലാണ്, നിങ്ങൾക്കെല്ലാം വിസിബിളാണ്. ആരും നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആവശ്യമൊന്നുമില്ല. വീണ്ടും കോൺഗ്രസ് ശിഥിലമാകും. രാഹുൽ ഗാന്ധിയുടെ ന്യായ യാത്ര 14 സ്റ്റേറ്റ് പിന്നിട്ട് വരുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇലക്ഷനും വരും. അപ്പോൾ കാണാം ഈ കഴിഞ്ഞ പ്രാവശ്യം 49-50 സീറ്റാണ് പാർലമെൻറ്റിൽ കിട്ടിയത്. അതിൽ നിന്നും കുറഞ്ഞ് ഒരു 3-ാം സ്ഥാനത്തോട് ഇന്ത്യൻ പാർലമെൻറ്റിൽ പ്രതിപക്ഷ സ്ഥാനത്തിരിക്കുന്ന കോൺഗ്രസ് പാർട്ടി, അതായത് ഗ്രാൻഡ് ഓൾഡ് പാർട്ടി, 60 വർഷം ഇന്ത്യ ഭരിച്ച പാർട്ടി, അവരുടെ സ്ഥിതിയാണിതുണ്ടാകാൻ പോകുന്നത്. അറിയാൻ സാധിക്കുന്നു പ്രിയങ്ക ഗാന്ധി 2 പാർലമെൻ്ററി സീറ്റുകളിലാണ് മത്സരിക്കുന്നത്. അത് പത്രങ്ങളിൽ വന്ന റിപ്പോർട്ടാണ്. ഒന്ന് തെലങ്കാനയിലും മറ്റൊന്ന് കർണാടകയിലും. അപ്പോൾ നോർത്ത് ഇന്ത്യയിൽ വേണ്ട. അതായത് റായ്ബറേലിയിൽ പോലും ഒഴിവാകുന്നു. അവിടെയും തോൽക്കുമെന്നുള്ള പേടി. ഇതാണ് സ്ഥിതി. അവിടെയാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ മനസ്സിലാക്കണം ഇനി അടുത്ത സ്റ്റെപ്പ് എങ്ങോട്ടാണ്. ഇത് മനസ്സിലാക്കുമ്പോഴേ നിങ്ങൾക്ക് പിടികിട്ടുകയുള്ളൂ ഈ പാർട്ടി ശിഥിലമായി. അവസാന ആണിയടിക്കാനുള്ള യാത്രയാണ് രാഹുൽ ഗാന്ധി നടത്തുന്നത്, കംപ്ലീറ്റ് ആയിട്ട് പാർട്ടിയെ ഇഗ്നോർ ചെയ്തുകൊണ്ട്. പക്ഷേ ഈ പാർട്ടി നശിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. കാരണം ഈ പാർട്ടി നല്ല ഇന്ത്യയുടെ ശരിക്കും അറിഞ്ഞ പാർട്ടിയാണ്. പക്ഷേ ഈ പാർട്ടിയുടെ അടിമുടി മുഴുവനും നശിപ്പിച്ചത് ഈ വൃത്തികെട്ട കുടുംബമാണ്. ഈ കുടുംബത്തിന് വേണ്ടി പാർട്ടിയെ നിലനിർത്തി അതോടെ ഈ പാർട്ടിയെ നശിപ്പിച്ചു. ഒരിക്കലും, വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, ഒരിക്കലും കോൺഗ്രസ് പാർട്ടി നശിക്കണമെന്ന് ആഗ്രഹിക്കാത്ത ഒരാളാണ് ഞാൻ.